ഓസ്കി എക്സാം നമുക്ക് അത്രയും സിമ്പിൾ ആയിട്ട് പാസ്സാവാൻ പറ്റത്തില്ല. കാരണം എല്ലാവർക്കും അറിയാം, അതിലെ നമുക്ക് അസസ്മെന്റ് പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, വാലുവേഷൻ, പിന്നെ അതിന് കുറച്ച് സ്കിൽ സ്റ്റേഷൻസ് ഉണ്ട്, പിന്നെ പ്രൊഫഷണൽ വാല്യൂസ്, എവിഡൻസ് ബേസ്ഡ് വാല്യൂസ്, അങ്ങനെ കുറച്ച് സ്റ്റേഷൻസ് കൂടിയ ഒരു 10 സ്റ്റേഷൻ കൂടിയതാണ് ഈ ഓസ്കി എക്സാം എന്ന് പറയുന്നത്. നമ്മൾ കൺസിസ്റ്റന്റ് ആയി പ്രാക്ടീസ് ചെയ്യുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ എക്സാം പാസ്സാവാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് ഇതിനെ കുറിച്ച് അറിയാം, ഞാൻ പോയി പാസ്സാവും, അങ്ങനെ ഒരു ധാരണ നമുക്ക് ഉണ്ടാവരുത്. ഡെഫിനറ്റ്ലി നന്നായി പ്രാക്ടീസ് ചെയ്യണം, കീപ് ഓൺ പ്രാക്ടീസ് ചെയ്യും, അങ്ങനെ മാത്രമാണ് നമുക്ക് ഈ എക്സാം സിമ്പിൾ ആയിട്ട് പാസ്സാവാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പൊസിഷൻ ഒരു ലെവൽ എയിലാണ് നിൽക്കുന്നത്, അതിൽ നിന്ന് നിങ്ങൾക്ക് ലെവൽ ബിയിലേക്ക് എത്തണമെങ്കിൽ അതിനിടയിലെ ഒരു മീഡിയം ആയിട്ടാണ് കരിക്കുലം അക്കാദമി വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ ഓസ്കി ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ കരിക്കുലം അക്കാദമിയിലെ വർക്ക് ചെയ്യുന്ന എല്ലാവരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ട്രെയിനിങ് തരുന്നത്. അപ്പോൾ അവരവരുടെ നോളജ് എവറി ഡേ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ NMC ഉണ്ടാകുന്ന ഓസ്കി ചേഞ്ചസ്, എന്തെങ്കിലും ഓസ്കിയിലെ ഉണ്ടാകുന്ന ചേഞ്ചസ്, കാര്യങ്ങൾ എല്ലാം അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ ഓസ്കിയെ സംബന്ധിച്ച് എന്ത് ഡൗട്ടോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ അതിനെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും.